നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയിൽ കത്തിയാളിയത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം. എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് മലപ്പുറത്ത് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലാ രൂപീകരണ ചരിത്രം ഓർമ്മിപ്പിച്ചായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ അഭിമുഖ വിവാദം ഇന്നലെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയും അത് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സഭ പിരിഞ്ഞു. പ്രതിപക്ഷം ഒളിച്ചോടിയെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ പരിഹാസം. ഇന്ന് ADGPയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വന്നതെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയ്ക്കിടെ മലപ്പുറം വിവാദമുയർത്തി. അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഏജൻസിയാണ് ഈ സംഗതി കൂട്ടിച്ചേർത്തത്. സംസ്ഥാനത്ത് കൃത്യമായ ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോ വേറെ ചില PR ഏജൻസികളെ നിങ്ങൾ കൊണ്ടുവരേണ്ടി വന്നത്. സംഘപരിവാറിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധമാണ് മുഖ്യമന്ത്രി നൽകിയതെന്ന് കുഞ്ഞാലിക്കുട്ടി. ഈ വെപ്പൺ BJP ഇന്ത്യ ഒട്ടാകെ കൊണ്ടു നടക്കുന്ന വലിയൊരു വെപ്പണാണ്. ആ വെപ്പണാണ് നിങ്ങൾ ഹിന്ദുവിന്റെ ഇന്റർവ്യൂവിൽ അവർക്ക് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ. EMS സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതെന്നും അക്കാലത്ത് ജില്ലാ രൂപീകരണത്തിനെതിരെ കോൺഗ്രസ് ജനസംഘത്തിനൊപ്പം ചേർന്ന് വലിയ പ്രതിഷേധം നടത്തിയെന്നും ഭരണപക്ഷത്തിന്റെ തിരിച്ചടി. മലപ്പുറം ജില്ലയെ കുട്ടി പാകിസ്ഥാൻ എന്ന് കോൺഗ്രസ് വിളിച്ചുവെന്ന് KT ജലീൽ പറഞ്ഞതോടെ സഭയിൽ ബഹളം. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയാത്ത കാര്യം എഴുതി നൽകിയ PR ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമോ എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ PR ഏജൻസിയിലെ ആളുകൾ ഈ വാചകം ഹിന്ദുവിലേക്ക് അഡീഷണലായി എഴുതി കൊടുത്തതെങ്കിൽ ആ PR ഏജൻസിക്കെതിരായി കേസെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും ദിവസങ്ങളിലും സഭയിൽ ഉയർത്തി നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മീഡിയ 1 തിരുവനന്തപുരം.